എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിന്റെ തുടർന്നുള്ള തുകയുടെ വിതരണം സംബന്ധിച്ചാണ്. ഏപ്രിൽ മാസത്തെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് വിതരണം ചെയ്യുവാനുണ്ട്. ഈ തുക ഉൾപ്പെടെ മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊള്ളുന്നതാണ്. ഏപ്രിൽ മാസവും തുക വിതരണമുണ്ട്, അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലുമുണ്ട്. ഇനി അതോടൊപ്പം തന്നെ സർക്കാർ മാറി വരികയാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ തുടരുകയാണ് ചെയ്യുന്നത്. അതായത് വീണ്ടും പ്രതിമാസം നമുക്ക് 1000 രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിൽ ഈ ആനുകൂല്യം തുടർന്നു പോകുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഈ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് സർക്കാരിന് സാധിക്കുന്നതാണ്. തുക വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനും സർക്കാരിന് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 18 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നിലവിലെ അപേക്ഷ വച്ചിട്ടുള്ളത്. സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 31 ലക്ഷത്തോളം വരുന്ന അർഹർ ഈ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുവാനുണ്ട് എന്നൊക്കെയാണ് മുൻപ് അറിയിച്ചിരുന്നത്. ഇനി ആരെങ്കിലും ഒക്കെ അപേക്ഷ വയ്ക്കുവാനുണ്ട് എങ്കിൽ BPL റേഷൻ കാർഡ് ആയിരിക്കേണ്ടതാണ്. മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ പാടില്ല. പ്രായപരിധി 35നും 60 വയസ്സിനും ഇടയിൽ ആയിരിക്കേണ്ടതാണ്. ഇനി 34 വയസ്സുള്ള ഒരു സ്ത്രീ 35ാമത്തെ വയസ്സ് എത്തുന്നതോടുകൂടി അവർക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ യോഗ്യതയുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. പക്ഷേ ഓൺലൈൻ വഴിയൊക്കെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പോലും എല്ലാ രേഖകളും കൃത്യതയാർന്ന് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. പേരുകളിൽ നമ്മൾ സമർപ്പിക്കുന്ന ഡോക്യുമെന്റുകളിൽ ഏതെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ക്ലാരിറ്റി കുറവ് അപ്ലോഡ് ചെയ്ത രേഖകളിൽ ഉണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവുന്നതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പും ഇത് തന്നെയാണ്. 81,000-ഓളം വരുന്ന അപേക്ഷകൾ, അതായത് 18 ലക്ഷത്തോളം വരുന്ന അപേക്ഷകളിൽ 81,000-ഓളം അപേക്ഷകൾ റിജക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ റീവെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ബന്ധപ്പെട്ട എന്താണോ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് കണ്ടെത്തി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ്. അക്കൗണ്ടിലേക്ക് പണം എത്തണമെന്നില്ല, പിന്നീടായിരിക്കും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോഴേക്കും തന്നെ പല ഇൻസ്റ്റാൾമെന്റുകളും നമുക്ക് മുടങ്ങിക്കാണും. അതുകൊണ്ടൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ, നിലവിൽ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നവരല്ല എങ്കിൽ ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്തവർ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം കൃത്യമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതാണ്. അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ തടസ്സമില്ല, അല്ലാത്ത പക്ഷം എന്ത് കാരണത്താൽ അപേക്ഷകൾ പെൻഡിംഗ് ആണ് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെടുത്തി എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സെർച്ച് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം കൂടി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള പ്രത്യേക പോർട്ടലായിട്ടുള്ള സേവനയുടെ വെബ്സൈറ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ആധാർ നമ്പർ മാത്രം നൽകി നമുക്കിവിടെ ഡീറ്റെയിൽസ് പരിശോധിക്കാമാണ്. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. ആനുകൂല്യം ക്രെഡിറ്റ് ആയത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരും സ്മാർട്ട് ഫോൺ വഴി നമ്മുടെ വിശദാംശങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.